പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ ജീവിതത്തിൽ നിന്ന് അഭിഷേക് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന ദേവബാല കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന ദേവബാല തൻ്റെ അച്ഛനോട് പറഞ്ഞിരിക്കുകയാണ്, അഭിഷേകിനും എൻ്റെയും ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ട് എങ്കിൽ കാര്യങ്ങൾ മാറി മറിയും എന്നല്ലേ പറഞ്ഞത്. ഇതിപ്പോൾ അച്ഛൻ നോക്കൂ, ഒരു പുതിയ കുഞ്ഞ് കടന്നു വന്നിരിക്കുകയാണ്. ഈ കാര്യം കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവരാജൻ. ഈ കുഞ്ഞിനെ എൻ്റെയും അഭിഷേകിൻ്റെയും കുഞ്ഞായി വളർത്താനാണ് ഞാനിപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആർക്കും സാധിക്കുകയില്ല. എന്താ അച്ഛാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇത് കേൾക്കുന്ന ദേവരാജൻ, എന്ത് വിഡ്ഢിത്തരമാണ് മോളെ നീ ഇപ്പോൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് നിന്റെ കുഞ്ഞാണോ? അല്ലല്ലോ. ഈ കുഞ്ഞിന് ഒരു അമ്മയുണ്ട്, ഒരു അച്ഛനുണ്ട്. അവർ ഈ കുഞ്ഞിനെ അന്വേഷിച്ച് ഇപ്പോൾ വിഷമിക്കുകയായിരിക്കുകയില്ലേ? അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. വെറുതെ നീ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇത് കേൾക്കുന്ന ദേവബാല, അച്ഛാ, എനിക്ക് അഭിഷേകിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ താല്പര്യമില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അച്ഛാ. ഒരു കുഞ്ഞുണ്ട് എങ്കിൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അടിത്തറയായി. ആ കാര്യം അച്ഛൻ കൂടി സമ്മതിച്ചതല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിനെ ഞാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഈ കുഞ്ഞിനെ എനിക്ക് അത്രയധികം ഇഷ്ടമാവുകയും ചെയ്തു. ഇനി എന്താണ് പ്രശ്നം? നീ എന്ത് വിഡ്ഢിത്തരമാണ് മോളെ പറയുന്നത്? ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ അവസ്ഥ എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞ് ഉടൻ തന്നെ കുഞ്ഞിനെ തിരികെ കൊടുക്കണം എന്നുള്ള നിർദ്ദേശം മുന്നിലേക്ക് വച്ചിരിക്കുകയാണ് ദേവരാജൻ. ഇത് ദേവബാലയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. ഞാൻ കൊടുക്കുകയില്ല എന്ന് ദേവബാല ആദ്യം പറയുന്നു. ഇതേ തുടർന്ന് ദേവബാല പിടിവാശി കാണിക്കുന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരെയും. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ദേവരാജൻ ഇതേ തുടർന്ന് ഉടൻ തന്നെ വൈദ്യരെ വീണ്ടും പോയി കാണണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതേ സമയം പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത്. ഈ കാര്യം അറിയാൻ ഇടയായതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന അഭിഷേക് ചെന്ന് കണ്ടിരിക്കുകയാണ് ദേവരാജനെ. നിങ്ങളുടെ മകൾ കാരണം ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്തിനാണ് ഇതുപോലെ ഓരോ എണ്ണത്തിനെ ഇവിടേക്ക് കെട്ടിവലിച്ചു കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുന്ന അഭിഷേക്, ഇവൾ കാരണം ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന് പറയുകയും ചെയ്ത് കളിയാക്കുകയാണ്. ഇത് ദേവബാലയുടെ അച്ഛനെ മാനസികമായി വേദനിപ്പിക്കുന്നു. പക്ഷേ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന അയാൾ ഒന്നും തന്നെ തിരിച്ചു പറയാൻ തയ്യാറാകുന്നുമില്ല. ഇതേ തുടർന്ന് ദേവബാലയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം എടുക്കുന്ന അഭിഷേക് ഈ കാര്യം ഇഷയോട് പറഞ്ഞിരിക്കുകയാണ്. ഇഷ, ധൈര്യമായിരിക്കൂ. നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് അതിനുവേണ്ടി എങ്ങനെയാണ് അവളെ ഒഴിവാക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അഭിഷേക്, നീ അങ്ങനെ ചെയ്താൽ ഞാൻ രാഹുലിനെ ഒഴിവാക്കി നിന്റെ കൂടെ ജീവിക്കും. മാത്രവുമല്ല, നമുക്ക് നല്ലൊരു കുടുംബം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും എന്ന്
ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇഷ. ഇതോടെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ദേവബാലയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടി പുതിയൊരു നീക്കം തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണം. ഇതേ തുടർന്നാണ് ഒഴിഞ്ഞു പോയില്ല എങ്കിൽ അവളെ കൊന്നുകളയാൻ തന്നെ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് അഭിഷേക് കടന്നു വരുന്നത്. ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് സോഹൻ. ഇതോടെ സോഹനാകെ ഭയന്നു പോകുന്നു. അഭിഷേക്, മണ്ടത്തരമൊന്നും കാണിക്കരുത്, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ പലതവണ അവളെ പറഞ്ഞു മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊക്കെ അവൾ അതിന് തയ്യാറായില്ല. ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ ഈ ഒരു വഴി മാത്രമേയുള്ളൂ, അവളെ ഇല്ലാതാക്കുക. അതിനുള്ള തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് ദേവബാലയെ കൊല്ലുന്നതിനായി മുന്നിലേക്ക് പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.